നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും കാലാവസ്ഥാ അപകട സാധ്യതകൾ കുതിച്ചുയരുമ്പോൾ തുർക്കിയിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കുകയാണ്. തെക്കുകിഴക്കൻ യൂറോപ്പിലെയും ബാൽക്കണിലെയും ചില ഭാഗങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ വീടുകൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റഷ്യയിലുണ്ടായ ഭൂകമ്പവും ജപ്പാനിലുണ്ടായിട്ടുള്ള സുനാമിയൊക്കെ തന്നെ വലിയ രീതിയിൽ ലോകമെമ്പാടും പിടിച്ചുലച്ച സംഭവങ്ങളാണ്. ഇതിപ്പോഴും അത് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ഇപ്പോഴും പല ഭാഗങ്ങളിലും മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് തുർക്കിയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നതും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ദുരന്തം തന്നെയാണ് പല ഭാഗങ്ങളിലും നടക്കുന്നത്. അതിനെയാണ് ഇപ്പോൾ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും. അവിടെ വീടുകൾ ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വലിയ അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയിലെ തീപിടുത്തത്തിൽ ഏകദേശം 100 പേർക്കെതിരെ കേസെടുക്കേണ്ടി വന്നിട്ടുണ്ട്. തുർക്കിയിലെ 4ാമത്തെ വലിയ നഗരമായ ബർസയ്ക്ക് സമീപം വാരാന്ത്യത്തിലാണ് തീപിടുത്തമുണ്ടായത്. ബർസയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തുണ്ടായ കാട്ടുതീ വലിയ തോതിൽ അണഞ്ഞിരുന്നു. എന്നാൽ നഗരത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഒന്ന് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ അതിന്റെ തീവ്രത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് അവിടുത്തെ മന്ത്രി ഇബ്രാഹിം യുമാക്ലി പറഞ്ഞിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ തുർക്കിയിലെ കരാബുക്കിൽ 6 ദിവസമായി പടർന്നു പിടിച്ച തീപിടുത്തത്തിന്റെ തീവ്രത കുറഞ്ഞുവെന്നും തെക്കൻ കരാമൻമാരസിൽ ഉണ്ടായ തീപിടുത്തം ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പടിഞ്ഞാറൻ തുറമുഖ നഗരമായ ഇസ്മിറിന് പുറത്തുള്ള വനങ്ങളിലും തിങ്കളാഴ്ചയും കാട്ടുതീ പടർന്നു. അവിടെ 11 വിമാനങ്ങൾ നിലത്തുണ്ടായിരുന്ന അഗ്നിശമന യൂണിറ്റുകളെയും താമസക്കാരെയും തീയണയ്ക്കാൻ സഹായിച്ചു. ഗ്രീക്ക് തലസ്ഥാനത്തെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് എഥൻസിന് സമീപമുള്ള കാട്ടുതീയിലേക്ക് നീങ്ങുമ്പോൾ വെള്ളം തുള്ളിത്തുള്ളിയായി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നഗരത്തിന്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ 11 വിമാനങ്ങളും 8 ഹെലികോപ്റ്ററുകളും 110 അഗ്നിശമന സേനാംഗങ്ങളും നിലത്ത് നിർത്തിയതായി പറഞ്ഞിട്ടുണ്ട്. നഗരത്തെ ചുറ്റിപ്പറ്റിയുള്ള ഏക ഹൈവേ ഉൾപ്പെടെ പ്രദേശത്തെ റോഡ് അടച്ചതായി പോലീസ് പ്രഖ്യാപിച്ചു. അവിടെയുള്ള പെലോപൊനീസിന് തെക്ക് ഭാഗത്തുള്ള കൈതേരെ ദ്വീപിലുണ്ടായ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന തീ ശക്തമായ കാറ്റിൽ വീണ്ടും സജീവമാവുകയാണ്. ഏതായാലും ഈ ആഴ്ച അവസാനം ഈ ഒരു ചെറിയ ദ്വീപിന്റെ ഏകദേശം 10% ഭൂപ്രദേശങ്ങളും തീ പടർന്നു കഴിഞ്ഞു. ഇത് നിരവധി ഗ്രാമങ്ങളെ ഒഴിപ്പിക്കാനും പ്രേരിപ്പിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യപ്രവർത്തനങ്ങളും മൂലമുണ്ടാകുന്ന ആഗോള അപകട സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കാട്ടുതീ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രതികരിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ ശക്തമായ ശ്രമങ്ങളെ അവിടെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. അടുത്തിടെ നിരവധി പ്രവിശ്യകളും വടക്ക് പടിഞ്ഞാറൻ തുർക്കിയിലെ ബർസ, മർമര മേഖലയിലെ പല മേഖലകളിലും ഇത്തരത്തിൽ കാട്ടുതീ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഈ മേഖലകൾക്ക് സമീപമുള്ള തീപിടുത്തങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനും താൽക്കാലിക ഹൈവേ അടച്ചിടുന്നതിനും കാരണമായി. അതുകൊണ്ട് തന്നെയാണ് അവിടെ അപകട സാധ്യത വലിയതായിട്ട് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പല ഭാഗങ്ങളിലും തീ നിയന്ത്രണ വിധേയമാക്കുന്നുണ്ടെങ്കിലും തന്നെ കാറ്റാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയായി നിലനിൽക്കുന്നത്. ഇതിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൂടാതെ വനപ്രദേശങ്ങളിലും ജനവാസ മേഖലകളിലും തീ അതിവേഗമാണ് പടർന്നത്. 50,000-ലധികം ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു. 100 കണക്കിന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ കടുത്ത ചൂടും ശക്തമായ കാറ്റും തീയുടെ തീവ്രതയ്ക്ക് അവിടെ കാരണമാവുകയാണ്. ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള അവിടെ നിന്നുള്ള ഒരു അപ്ഡേറ്റ് പ്രകാരം 69 തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ 67 എണ്ണം ഇതിനകം അണച്ച് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ഈ പ്രദേശങ്ങളിൽ തണുപ്പിക്കൽ ശ്രമങ്ങൾ തുടരുകയാണ്. നിലവിൽ 2 തീപിടുത്തങ്ങൾ സജീവമായി തുടരുന്നു. ഒന്ന് അഫ്യോണിലെ ഹോക്കലാർ ജില്ലയിലും മറ്റൊന്ന് ഡെസ്നിയിലെ തവാസിലുമാണ്. ഈ ശേഷിക്കുന്ന തീപിടുത്തങ്ങൾ റെസിഡൻഷ്യൽ ഏരിയകൾക്കോ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്കോ ഉടനടി ഭീഷണി ഉയർത്തുന്നില്ലെന്നും അദ്ദേഹം പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകി. തുർക്കിയിൽ ആകെ 23.4 ദശലക്ഷം ഹെക്ടർ വനഭൂമിയുണ്ട്. ഇതിൽ യുമാക്ലിയുടെ അഭിപ്രായത്തിൽ 2024 ഇതുവരെ ഈ പ്രദേശത്തിന്റെ 0.11% മാത്രമേ കത്തി നശിച്ചിട്ടുള്ളൂ. 2020 മുതൽ 2024 വരെയുള്ള 5 വർഷത്തേക്ക് വികസിപ്പിച്ചപ്പോൾ കത്തിയ ഭാഗം 0.18% ഉയർന്നു. 2021 തുടർന്നുള്ള വർഷങ്ങളിലും അനുഭവപ്പെട്ട അസാധാരണമാവിധം വലിയ തോതിലുള്ള കാട്ടുതീയാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. തുർക്കിയിലെ കാട്ടുതീ സ്ഥിതിവിവര കണക്കുകൾ അതേ മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫ്രാൻസ് ഒഴികെയുള്ള രാജ്യം ഗണ്യമായി മെച്ചപ്പെട്ട നിലയിലാണെന്നും അഭിപ്രായപ്പെട്ടു. 11.1 ദശലക്ഷം ഹെക്ടർ വനമുള്ള ഇറ്റലിയിൽ 2024 മാത്രം 0.36% വനങ്ങളും കഴിഞ്ഞ 5 വർഷത്തിനിടെ 0.8
0.74% വനങ്ങളും കത്തിനശിച്ചു. ഇതിന് വിപരീതമായി തുർക്കിയിൽ ഈ വർഷം 0.11% മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതേ 5 വർഷത്തെ കാലയളവിൽ 0.18% പോർച്ചുഗലിലും 2024 2.18% വനപ്രദേശങ്ങളും 2020 മുതൽ 2024 വരെ 1.15% വനപ്രദേശങ്ങളും കത്തിനശിച്ചു. തുർക്കിയുടെ വനസംരക്ഷണ റെക്കോർഡ് താരതമ്യേന ശക്തമായി തുടരുന്നുവെന്ന് ആഗോള വീക്ഷണകോണിൽ നിന്ന് വ്യക്തമാണെന്നും അഭിപ്രായപ്പെട്ടു. ലോകം വനനശീകരണത്തിൽ ദ്രുതഗതിയിലുള്ള പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2002-നും 2012-നും ഇടയിൽ ലോകമെമ്പാടും 44 ദശലക്ഷം ഹെക്ടർ വനമാണ് ഇത്തരത്തിൽ കത്തി നശിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ദശകത്തിലും ഈ കണക്ക് ഇരട്ടിയിലധികമായി. 2013-നും 2023-നും ഇടയിൽ 94 ദശലക്ഷം ഹെക്ടറായി ഇത് വർദ്ധിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലങ്ങളാണ് ഈ കുത്തനെയുള്ള വർധനവിന് കാരണമെന്നാണ് അഭിപ്രായം. കഴിഞ്ഞ 9 വർഷങ്ങൾ 1880-ന് ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷങ്ങളിലൊന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കാട്ടുതീയുടെ ഈ വ്യാപനം വളരെ വേഗത്തിൽ ആകുന്നതും പല മേഖലകളും വരൾച്ചയും അതുപോലെ തന്നെ ഈ കടുത്ത ചൂടും തുർക്കിയെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും ചൂടേറിയ വേനൽക്കാലവും കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും വരണ്ട വേനൽക്കാലവുമായിരുന്നെന്നും തുർക്കിയുടെ മന്ത്രി അഭിപ്രായപ്പെട്ടു. തുർക്കിയിൽ ഉടനീളമുള്ള വരൾച്ചയുടെ അവസ്ഥ ട്രാക്ക് ചെയ്യുന്ന ഭൂപടങ്ങളും അവതരിപ്പിച്ചു. കറുപ്പും ചുവപ്പും നിറങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അപകടകരമായ മേഖലകൾ ഈ പങ്കുവച്ചിട്ടുള്ള ഭൂപടത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഗുരുതരമായ പാരിസ്ഥിതിക സമ്മർദ്ദത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ഈ ഒരു ചിത്രം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ അവിടെ നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സാധിച്ചതാണ് അപകടത്തിന്റെ ആഴം കുറച്ചത്. പക്ഷേ അവിടെയുള്ള ജനവാസ മേഖലയിലുള്ള പല വീടുകൾക്കും കെട്ടിടങ്ങൾക്കൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലും തീ നിയന്ത്രണ വിധേയമാണെന്ന് അറിയിക്കുകയാണെങ്കിൽ കൂടി പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. കൂടാതെ അവിടെ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.